ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. മംഗലം കാരാറ്റുകടവിന് ഇരുകരകളിൽ താമസിക്കുന്നവർ പാലം സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടിലേറെയായി. മംഗലം പഞ്ചായത്തിലെ പുല്ലൂണിയെയും വെട്ടം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ കടവ്. 8 വർഷം മുമ്പ് വരെ ഇവിടെ തോണിക്കടവ് സ്ഥിരമായി ഉണ്ടായിരുന്നു. എന്നാൽ ആലിശ്ശേരി ഭാഗത്ത് കുഞ്ഞുലിക്കടവ് പാലം വന്നപ്പോൾ ഈ കടവിൻ്റെ പ്രവർത്തനം ക്രമേണ നിലച്ചു. അതോടുകൂടി 2 പ്രദേശങ്ങൾ തമ്മിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധങ്ങളും കുറഞ്ഞു വന്നു. വിവിധ തെരഞ്ഞെടുപ്പ് കാലയളവിൽ കാരാറ്റുകടവിൽ പാലം നിർമ്മിക്കുമെന്ന വാഗ്ദാനമുണ്ടായിരുന്നു. ആ ചർച്ചകളെല്ലാം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. തിരുപ്പൊന്നാനിപ്പുഴയ്ക്ക് കുറുകെ 400 മീറ്റർ ദൂരത്തിലാണ് പാലം പണിയേണ്ടത്. നേരത്തെ വെട്ടം പഞ്ചായത്തിന്റെ ഭാഗമായിരുന്നു പുല്ലൂണി പ്രദേശം. എന്നാൽ 2000-ൽ മംഗലം പഞ്ചായത്ത് രൂപീകരിച്ചപ്പോൾ പുല്ലൂണിയെ വെട്ടത്തുനിന്ന് മാറ്റി മംഗലത്തോട് ചേർത്തു. പഞ്ചായത്ത് മാറിയതോടെ ഔദ്യോഗിക ആവശ്യങ്ങൾ കുറഞ്ഞതിനാൽ കാരാറ്റുകടവ് പാലത്തിന്റെ ചർച്ചകളും നിർജ്ജീവമായി. നേരത്തെ തിരൂർ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന മംഗലം പഞ്ചായത്ത് പുനർനിർണയം വന്നപ്പോൾ തവനൂരിലേക്ക് മാറി. വെട്ടം പഞ്ചായത്ത് തിരൂരിന്റെ ഭാഗമായി തന്നെ തുടർന്നു. കടവിന്റെ ഇരുകരകൾ വ്യത്യസ്ത മണ്ഡലങ്ങളിലായതിനാൽ പാലം ആര് നിർമ്മിക്കുമെന്ന തർക്കം ഉടലെടുത്തു. 8 വർഷം മുമ്പ് വരെ ഇവിടെ തോണിക്കടവുണ്ടായിരുന്നു. എന്നാൽ ആലിശ്ശേരി ഭാഗത്ത് കുഞ്ഞൂലിക്കടവ് പാലം വന്നപ്പോൾ കടവിന്റെ പ്രവർത്തനം ക്രമേണ നിലച്ചു. അതോടെ ഇരു പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധവും കുറഞ്ഞു വന്നു. വെട്ടം മംഗലം ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാനമായ ഒരു കടവായിരുന്നു ഈ കാരാറ്റുകടവ്. ഒട്ടനവധിയായ മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾ, ക്ഷീര കർഷകർ, വിദ്യാർത്ഥികൾ, പൊതുസമൂഹത്തിലെ ഒട്ടനവധിയായ ആളുകൾ ഏറ്റവും അധികം ആശ്രയിച്ചിരുന്ന ഒരു കടത്ത് ഏകദേശം 10 വർഷത്തോളമായി നിർത്തലാക്കിയിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വഴിയെന്നാണ് എത്രയും ആളുകൾ ഈ പ്രദേശത്തുകാർ ഉപയോഗിച്ചിരുന്ന വലിയ ഒരു ഗതാഗത സൗകര്യം, അല്ലെങ്കിൽ പിന്നെ കടത്ത് തോണി ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകളെല്ലാവരും ആശ്രയിച്ചിരുന്നത്. പക്ഷേ കാലഘട്ടമൊക്കെ മാറി ഇന്ന് നൂതനമായ രീതിയിൽ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ നല്ല രീതിയിൽ തന്നെ നമുക്കറിയാം, വെട്ടം ഭാഗത്തു നിന്ന് ആലത്തൂർ ഹൈസ്കൂളിലേക്കും ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മേഖലയിലുണ്ട്. എല്ലാം ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയ്ക്ക് ഇവിടെ ഈ കാരാറ്റുകടവിന് ഒരു പാലം അനിവാര്യമാണ്. പാലം നിർമ്മാണം നടക്കാതായതോടെ ഇരുകരകളിലേക്കും ജോലി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പോകുന്ന സാധാരണക്കാരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ഒരു ഭാഗത്ത് തിരുപ്പൊന്നാനിപ്പുഴയും മറ്റൊരു ഭാഗത്ത് കനോലി കനാലുമായി വെട്ടം പ്രദേശം ഉപദ്വീപ് പോലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്ത് പാലം വരികയാണെങ്കിൽ ആലത്തൂരിലെത്തി സംസ്ഥാന പാതയിലേക്കും ചമ്രവട്ടത്ത് ദേശീയപാതയിലേക്കും വെട്ടം നിവാസികൾക്ക് വേഗത്തിൽ എത്താനാകും. പുല്ലൂണിക്കാവ് ക്ഷേത്രം, തൃപ്രങ്കോട് മഹാശിവക്ഷേത്രം, ആലത്തൂർ ഹനുമാൻകാവ് തുടങ്ങി തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും എളുപ്പവഴിയാകും. കടവ് നിന്നതോടെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഈ വഴി ഉപേക്ഷിച്ചിട്ടുണ്ട്. ആലത്തൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊന്നാനിയിലെ കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണ് ഏറെ കഷ്ടപ്പെടുന്നത്. സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും കുട്ടികൾ ഒരുപോലെ അനുഭവിക്കുന്നു. കാരാറ്റുകടവിന്റെ ഇരുഭാഗത്തും റോഡുകൾ വന്നു ചേർന്ന് നിൽപ്പുണ്ട്. സ്ഥലം ഏറ്റെടുപ്പ് പോലെയുള്ള വിഷയങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനാകും. വെട്ടത്തിന്റെ മുഖച്ഛായ മാറാനും പുല്ലൂണി പ്രദേശത്തിന്റെ വികസനത്തിനും കാരാറ്റുകടവിൽ പാലം വരുന്നതോടെ സാധ്യമാകും. വിവിധ തെരഞ്ഞെടുപ്പ് കാലയളവിൽ കാരാറ്റുകടവിൽ പാലം നിർമ്മിക്കുമെന്ന് വാഗ്ദാനമുണ്ടായിരുന്നു. ആ ചർച്ചകളെല്ലാം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പാലം ഒരു അനിവാര്യമായ സംഭവമാണ്. ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി, ജോഗ്രഫി മൊത്തം മാറ്റും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ, ഇപ്പോൾ പ്രമുഖമായിട്ടൊരു ഹോട്ടലുണ്ട് ഇവിടെ, പല ഭാഗത്തുനിന്നും ആൾ വരുന്ന ഒരു ശിവൻസ് ലഞ്ച് ഹോം ഉണ്ടൊക്കെ. അതൊക്കെ അവിടെ വരികയാണെങ്കിൽ, ഈ പാലം വരികയാണെങ്കിൽ ആ ഒരു ടൂറിസ്റ്റ് സെൻ്ററായി മാറും, വലിയ മുന്നേറ്റം ഉണ്ടാവും. മാത്രമല്ല ഞങ്ങളുടെ പുല്ലൂണി പ്രദേശം മൊത്തമായി മാറും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാറ്റിനും മാറ്റം ഉണ്ടാവും. ഇപ്പോൾ കുട്ടികളൊക്കെ ആൽത്തറ സ്കൂൾ കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ അവർ കൂഞ്ഞിലക്കടവ് വഴി അല്ലെങ്കിൽ പര്യാവരം വഴി തിരിഞ്ഞു മറിഞ്ഞിട്ടാണ് വരുന്നത്. പാവപ്പെട്ട ആളുകൾക്ക്, കുട്ടികൾക്കൊന്നും, പാവപ്പെട്ട മാതാപിതാക്കൾ കുട്ടികൾക്കൊന്നും അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഇത്രയും പണം കൊടുക്കാൻ പറ്റില്ല. നേരെ വെച്ച് ഈ പാലം വരികയാണെന്നുണ്ടെങ്കിൽ വെറും നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, കാലാകാലം ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, ഹൃദയബന്ധങ്ങൾ മുറിച്ചിരിക്കുകയാണ് ഈ കടവില്ലാത്തതുകൊണ്ട്. ഈ കടവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000-ലാണ് ഞങ്ങളുടെ പഞ്ചായത്ത് വരുന്നത്, മംഗലം പഞ്ചായത്ത് വരുന്നത്. ഈ കടവിന് കിട്ടിയത് ആർക്കാണ്? വെട്ടം പഞ്ചായത്ത് കിട്ടിയത്. അവർക്കൊരു താല്പര്യമില്ല ഇതിനകത്ത്. ഏറ്റെടുക്കാൻ നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ മംഗലം പഞ്ചായത്ത് പറയുന്നുണ്ട്. പക്ഷേ അതിന് പല ഇത് പറയണം, അത് മുടക്കാനുള്ള കാര്യങ്ങൾ പറയാണ്. കാരണം അതിന് ആ ലൈസൻസ് വേണം, ഈ ലൈസൻസ് വേണം, നടക്കൂല, അങ്ങനെ പറയാണ്. ഇവിടെ നാണ്ട് അപ്പുറത്തോടൊന്നും വിഷയങ്ങളില്ല. കുറച്ച് 400 മീറ്ററോളം ഏകദേശം ഉണ്ടാവുള്ളൂ. വലിയ പണമൊന്നും മുടക്കണ്ട. പക്ഷെ ഉണ്ടാവുന്ന മുന്നേറ്റം, വലിയ മുന്നേറ്റം ഉണ്ടാവുന്നത് എല്ലാവർക്കും മെച്ചം ഉണ്ടാവും. അത് ഈ കരയിലും ആ കരയിലും മെച്ചം ഉണ്ടാവും. കാരാറ്റുകടവിൽ പാലം നിർമ്മിച്ചാൽ പുല്ലൂണി പ്രദേശത്ത് വെട്ടംനാടിനും ഒരുപോലെ വികസന കുതിപ്പുണ്ടാകും. വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടങ്ങൾ കൂടും. പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം പുഴയുടെ കിഴക്ക് ഭാഗത്താണ്. പാലം യാഥാർത്ഥ്യമായാൽ ഭക്തർക്ക് ഇത് ഗുണകരമാകും. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് യാത്രാ ദൂരം കുറയ്ക്കാൻ കഴിയുന്നത് ആശ്വാസകരമാകും. ഇവിടെ പാലം നിർമ്മിക്കുന്നതിനായി നടപടികൾ സ്വീകരിക്കുന്നതിന് ജനകീയ കൂട്ടായ്മ ഉണർന്നു വരണം. ഈ മംഗലവും വെട്ടവും തമ്മിൽ 2000-ൽ വേർപെട്ടതാണ്. ആ വേർപാടിൽ നിന്ന് ഈ മംഗലവും വെട്ടവും ഒന്നാകാൻ വേണ്ടിയിട്ട്, ഈ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഈ പ്രദേശത്ത് ഒരു പാലം വരികയെന്നുണ്ടെങ്കിൽ അത് ഈ പ്രദേശത്തിൻ്റെ മലപ്പുറം ജില്ലയ്ക്ക് തന്നെ വലിയൊരു ഘടകമായി മാറും.
പാലമില്ലാത്തതിനാൽ 10 മിനിറ്റ് കൊണ്ട് സ്കൂളിലെത്തേണ്ട കുട്ടികൾ 1-2 മണിക്കൂർ കറങ്ങിത്തിരിഞ്ഞാണ് സ്ഥാപനത്തിലെത്തുന്നത്. സ്കൂൾ ബസ് മാത്രമാണ് കുട്ടികൾക്ക് ആശ്രയം. പുഴയുടെ ഇരുകരകളിലായതിനാൽ സ്കൂളിലേക്കുള്ള വഴിയിൽ പ്രത്യേകമായ ബസ് റൂട്ടുമില്ല. അതുകൊണ്ട് സ്കൂൾ ബസ്സിനെ ആശ്രയിക്കാത്ത സാധാരണക്കാരുടെ കുട്ടികൾ 3 ബസ് മാറിക്കയറി വേണം ആലത്തിയൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെത്താൻ. അധികൃതർ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ.